സോഡിയാക് ദി ആർട്ട് ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് കമ്പനിയുടെ മറ്റൊരു പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യം 1500 സ്ക്വയർ ഫീറ്റിൽ പണിതെടുത്ത ഒരു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് കടക്കാം. ആദ്യം തന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ വീടിൻ്റെ പേരും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ചിത്രവുമാണ്. പെട്ടെന്ന് കാണുന്നവർക്ക് തോന്നാം ഇതിന് സ്റ്റിക്കറാണോ അല്ലെങ്കിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ആണോ. ശരിക്കുമല്ല, ഇത് സോഡിയാക് ദി ആർട്ടിസ്റ്റിലെ ആർട്ടിസ്റ്റുകൾ തന്നെ സ്വയം വരച്ച ഒരു ചിത്രമാണ്. ഇതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസ് നമുക്ക് ഇവിടുത്തെ മെമ്പേഴ്സ് തന്നെ തരുന്നതായിരിക്കും. അതിനായിട്ട് നമുക്ക് ആദ്യം അവരെ വിളിക്കാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഗൃഹനാഥ. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് പൂജ. എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കണ്ട ആ വീട്ടുപേരും അതോടൊപ്പം ചേർന്ന് വരച്ച അത്രയും മനോഹരമായ പെയിൻറ്റിങ്ങിൻ്റെയും സ്പെസിഫിക്കേഷൻസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ? ആക്ച്വലി ഞങ്ങൾ ആ നെയിമിലോട്ട് എത്തിച്ചേരാനുള്ള കാരണം നേച്ചറുമായിട്ട് ഇണങ്ങുന്ന ഒരു നെയിം, അങ്ങനെയാണ് ഞങ്ങൾ അവർനെസ്സിലോട്ട് എത്തുന്നത്. അങ്ങനെ അത് തിരഞ്ഞെടുത്തതിന് ശേഷം ഞങ്ങൾ അജയ് സാറിനോട്ട് അത് സംസാരിച്ചു. സാറ് അത് കേട്ടപ്പോൾ തന്നെ സാറ് ആർട്ടിസ്റ്റ് കൂടി ആയതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ അതിന് ഒരു വിഷ്വൽ സാറിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വിഷ്വൽ ഞങ്ങൾക്ക് അയച്ചു തന്നു. ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഉദ്ദേശിച്ചേക്കാൾ മനോഹരമായിട്ട് സാറത് ഞങ്ങൾക്ക് ചെയ്തു തന്നു. വളരെയധികം ഇംപ്രസീവ് ആയിരുന്നു അത്. അതെ അതെ, കാഴ്ചക്കാർക്കെല്ലാം അത്രയും ഇംപ്രസീവ് ആയിട്ട് തോന്നുന്ന അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വണ്ടർഫുൾ പെയിൻറ്റിംഗ് ആണത്. അതെ അതെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വീടിൻ്റെ ലൈറ്റ് സ്കീമിനെ, ഓവറോൾ ലൈറ്റ് സ്കീമിനെ പറ്റിയിട്ടാണ്. വളരെ വണ്ടർഫുൾ ആയിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത്. ഓരോ ലൈറ്റ്സിൻ്റെയും കളർ സ്കീംസ് ആയാലും കളർ കോമ്പിനേഷൻസ് ആയാലും നമുക്ക് വളരെ ഇംപ്രസീവായിട്ട് തോന്നുന്ന ലൈറ്റ്സ് ആണ്. അപ്പം നമുക്ക് മറ്റ് ഡീറ്റെയിൽസ് അറിയത്തില്ല ഇതിനെ പറ്റിയിട്ട്. അതിനായിട്ട് നമ്മുടെ സോഡിയാക് ദി ആർട്ട് എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ എല്ലാമായ ആർട്ടിസ്റ്റും ഇൻറ്റീരിയർ ഡിസൈനറുമായ അജയൻ സോഡിയാക്കിനെ വെൽക്കം ചെയ്യാം. കിച്ചണിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ഇംപ്രസീവായിട്ടും വളരെ അട്രാക്റ്റീവായിട്ടും തോന്നുന്നത് അവിടുത്തെ കളർ സ്കീമാണ്. വളരെ നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മറ്റ് മെറ്റീരിയൽസ് ആയാലും അതിനെ പറ്റിയിട്ട് ഏത് മെറ്റീരിയൽ വെച്ചാണ് യൂസ് ചെയ്തതെന്നൊരു ഡീറ്റെയിൽസ് തരാമോ? തീർച്ചയായിട്ടും നമുക്ക് കാണാം. ആദ്യം നമുക്ക് ഇതിൻ്റെ കളറിനെ പറ്റി പറയാം. കളറ് പിസ്ത ഗ്രീൻ മൈക്കയാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് HDF HMR ലാമിനേറ്റ് ഷീറ്റിൽ നമ്മൾ മൈക്ക ഒട്ടിച്ചാണ്. കാരണം ക്ലയൻറ്റിന് പിസ്ത ഗ്രീൻ വേണമെന്നുള്ള വഴി നിർബന്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞ ഒരു എലഗൻറ്റ് ലുക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് ആണ്. നാനോ വൈറ്റിൻ ആണ്. വോളിൽ കൊടുത്തിരിക്കുന്നത് സിറാമിക് ടൈൽസ് ആണ്. അപ്പം ഇതിൻ്റെ അടിയിൽ നമ്മളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഗോൾഡൻ എഫക്റ്റാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു എലഗൻറ്റ് ലുക്ക് കിട്ടും. ഈ ഷെൽഫ്, ഓപ്പൺ ഷെൽഫ് നമ്മൾ കൊടുത്തിരിക്കുന്നതിന് വുഡൻ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വുഡൻ കളറിനകത്ത് ആ വാം വൈറ്റ് വീഴുമ്പോൾ കാണാൻ നല്ലൊരു ഗോൾഡൻ എഫക്റ്റാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിങ്കാണ്. അപ്പോൾ ഈ സിങ്ക് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സിങ്കാണ്. ഇത് മൾട്ടി പർപ്പസ് ആണ് ഈ സിങ്ക്. ഇത് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴുകുന്നതിനുള്ളതാണ്. ഗ്ലാസ് വാഷ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഉപകരണമുണ്ട് ഇതിനകത്ത്. അപ്പം പിന്നെ ഇതിൻ്റെ കളർ കണ്ടില്ലേ? ഇത് കളർ എന്ന് പറഞ്ഞ ഒരു ആൻറ്റിക്ക് ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ. സാധാരണ സിങ്ക് സ്റ്റീലാണുള്ളത്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതിങ്ങനെ നമുക്ക് വലിച്ച് മൂവ് ചെയ്ത് ഏത് ആംഗിളിലും നമുക്ക് ഏത് ആംഗിളിലേക്ക് ഇത് മൂവ് ആവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നമ്മുടെ ഒരു പ്ലേറ്റ് റാക്കാണ്, DTPT എന്ന് പറയും. ഇതിങ്ങനെ നമ്മൾ പ്ലേറ്റൊക്കെ വാഷ് ചെയ്ത് ഇതിനകത്ത് വെക്കാം. പക്ഷേ പ്ലേറ്റിനകത്ത് ഇത്തിരി വെള്ളമോ കാര്യങ്ങളോ ഗ്ലാസും വെക്കാം ഉണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഇതിനകത്ത് ട്രിപ്പ് ട്രേ എന്ന് പറയുന്ന ഒരു ചെറിയ ട്രേ ഉണ്ട്. അപ്പോൾ വെള്ളം വല്ലതും അധികം ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് വീഴും. വീണ് കഴിഞ്ഞാൽ അത് നമുക്ക് എടുത്ത് വീണ്ടും ഈ വാഷ് ബേസിനിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു പ്ലേറ്റ് റാക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ബാസ്ക്കറ്റ് ഉണ്ട്.
നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈൽ ഹാൻഡിലാണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ പ്രൊഫൈൽ ഹാൻഡിൽ എന്ന് പറയുന്നതിന് ഒരു മാറ്റ് ഫിനിഷാണ്. പിന്നെ പ്രൊഫൈൽ ഹാൻഡിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പം സാധാരണ ഹാൻഡിലാണ് നമ്മുടെ ദേഹത്തിരിക്കും. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് കപ്പും ഗ്ലാസും പ്ലേറ്റും ഒക്കെ വെക്കാൻ പറ്റും. അതുപോലെ ഇത് സ്ലോ ക്ലോസറാണ് ഇതിൻ്റെ ഇഞ്ചസുകളൊക്കെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ സ്ലോവിൽ പോയാൽ ഇത് അടയുന്നത്. 2 ബാസ്ക്കറ്റാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. 2 ബാസ്ക്കറ്റ്. ഇതാണ് പ്ലേറ്റ് റാക്കാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മളിതെല്ലാം കണ്ടു. വളരെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആണ് ഇവിടെ പലതിലും യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഇംപ്രസീവ് ആണ്, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നീട് ഇനി അടുത്ത കടക്കുന്നത് വെച്ചാൽ പലർക്കും സംശയമുള്ള ഒരു ഫാക്ടറാണ്. പൊതുവേ നമ്മൾ പ്ലൈവുഡൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും ചെതലെടുക്കാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ലാസ്റ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ വാറണ്ടി എത്ര നാളായി? ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് HDF HMRൻ്റെ പ്ലെയിൻ ഷീറ്റിൽ നമ്മൾ മറീനയുടെ മൈക്കാണ് ഒട്ടിച്ചേക്കുന്നത്. ഈ HDF HMR എന്ന് പറയുന്നത് അത് ഫയർ പ്രൂഫാണ്, തീ പിടിക്കത്തില്ല, വാട്ടർ പ്രൂഫാണ്, വെള്ളം പിടിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല, ചെതൽ പിടിക്കില്ല. അത് ആക്ഷൻ ടെസ്സയുടെ ഷീറ്റാണിത്. അപ്പോൾ ഇതിന് കമ്പനി തരുന്ന വാറണ്ടി എന്ന് പറയുന്നത് 25 years ആണ്. അപ്പം ഞാനിത് പല സൈറ്റിൽ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഫ്ലൈ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എങ്കിൽ തന്നെ എത്ര കൂടിയ ഫ്ലൈ ആണെങ്കിലും നമുക്കൊരു പേടിയാണ്. കാരണം കിച്ചണിൽ നമ്മൾ വെള്ളം അല്ലെ സിങ്കുണ്ട്, സിങ്കിൽ നിന്നുള്ള വെള്ളം പിടുത്തോ അല്ലെങ്കിൽ ഭിത്തിയിൽ നിന്നുള്ള വെള്ളം പിടുത്തോ ഒക്കെ വെച്ച് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഡാമേജ് ഉണ്ടാകുമെന്നൊരു പേടിയുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മൾട്ടിവുഡാണ്. ഭിത്തിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡും മൾട്ടിവുഡാണ്. പിന്നെ ഇത് താഴെ നിന്ന് തറയിൽ നിന്ന് ഇതിന് നമ്മളൊരു ലെഗ് വെച്ചിട്ടുണ്ട്. ആ ലെഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ PVC ലെഗാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് വെച്ചിരിക്കുന്ന കട്ടിങ്ങും ആ സ്കർട്ടിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മൾ തറയൊക്കെ തുടയ്ക്കുമ്പം മോപ്പ് വെച്ച് തുടയ്ക്കുമ്പോൾ ഇപ്പോൾ വെള്ളം ചിലപ്പം ഇതിനകത്ത് കയറി പിടിച്ച് വെള്ളം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് PVC സ്കർട്ടിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എല്ലാ രീതിയിലും പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ വാറണ്ടി കമ്പനി പറയുന്ന വാറണ്ടി പിന്നെ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും. പിന്നെ ക്ലയൻറ്റിൻ്റെ നിർബന്ധമായിരുന്നു വൈറ്റ് കളേഴ്സ് കൗണ്ടർ ടോപ്പ് വേണമെന്ന്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തു. ഫുഡൊക്കെ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് ഡൈനിങ് ടേബിളിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു രീതിക്കാണ് ഇത് ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വളരെ മനോഹരമായ ഒരു ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വാം ഫീലിംഗ് ആണ് നമുക്ക്. വാം ലൈറ്റിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും നോട്ടബിൾ ആയിട്ട് തോന്നുന്ന ഫീച്ചർ ഇവിടുത്തെ സീലിംഗ് തന്നെയാണ്. കാരണം നമ്മൾ മറ്റ് വീടുകളിലൊക്കെ കാണുന്നത് പോലെ എപ്പോഴും ജിപ്സം സീലിങ്ങിനോട് ചേർന്ന് കിടക്കുന്ന ടൈപ്പ് ജിപ്സം അല്ല ഇവിടെ. പകരം കുറച്ചുകൂടെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ജിപ്സമാണ്. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പറഞ്ഞു തരാമോ? അതായത് നമ്മൾ ഈ സീലിംഗ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പ്ലെയിനായിട്ടൊരു ലെയർ അടിച്ചിട്ട് അതിൽ നിന്ന് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതായത് ഈ ഡൈനിങ് ടേബിളിൻ്റെ നേരെ മേളിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സീലിംഗ് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിൽ 2 ഹാങ്ങിങ് ലൈറ്റും സെൻട്രൽ ഫാനുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഡിസൈനകത്ത് ഒരു വുഡൻ ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത, ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ദൂരേക്ക് മാറ്റിയിട്ട് നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രൊഫൈൽ ലൈറ്റിൽ നിന്ന് ഒരു വാം എഫക്റ്റാണ് പ്രൊഫൈൽ ലൈറ്റിൽ നിന്ന് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഡ്രോയിങ് റൂം. അപ്പം ഡ്രോയിങ് റൂമിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി ഇംപ്രസീവ് ആയിട്ട് തോന്നുന്ന ഒരു ഫീച്ചർ, ഒരു റെയർ ഫീച്ചറാണ് ഇവിടുത്തെ TV യൂണിറ്റ്. TV യൂണിറ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 വ്യൂസ് ആണ് ഇതിന് വരുന്നത്. നമുക്ക് ഡൈനിങ്ങിലും ഇവിടെ ഡ്രോയിങ് റൂമിലും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമറിൻ്റെ ഒരു ആവശ്യമായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. കാരണം ഒന്നാമത് ഇവിടെ സ്ഥലക്കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു വലിയ പാർട്ടീഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ അപ്പുറത്ത് ഡൈനിങ് ആയതുകൊണ്ട് ഡൈനിങ്ങിന് ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാർട്ടീഷൻ തന്നെ ചെയ്തത്. അപ്പോൾ ഇതിനൊരു ഡ്യുവൽ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഈ സാധനം ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഇവിടുത്തെ ബേബി റൂമിലേക്കാണ്. പേര് പോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഈ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വാൾ പെയിൻറ്റിങ്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഫെയറിയുടെ പെയിൻറ്റിങ്, ടോം ആൻഡ് ജെറി എന്നിവയെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇതൊന്നും സ്റ്റിക്കറല്ല. അവിടെ പറഞ്ഞതുപോലെ തന്നെ സോഡിയാക് ഡിയാർട്ടിൻ്റെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ വരച്ച പടങ്ങളാണ് ഇതെല്ലാം. ഡീറ്റെയിൽസ് പറഞ്ഞു തരാമോ സാർ?
അതെ, നമ്മൾ ഈ റൂം ചെയ്തിരിക്കുന്ന ഒരു ബ്ലൂ കളർ സ്കീമിലാണ് ഈ റൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുസൃതിക്കുട്ടിയുണ്ട്, വേദയുടെ റൂമാണിത്. അപ്പോൾ വേദയ്ക്ക് ഞാൻ കുറേ പിക്ചേഴ്സ് അയച്ചു കൊടുത്ത്, അപ്പോൾ വേദ എന്നോട് എനിക്ക് തിരിച്ചയച്ചു തന്നതാണ് ഈ ബാർബിയുടെ പടവും ടോം ആൻഡ് ജെറിയുടെ പടവും. അത് രണ്ടും കൂടെ ക്ലബ് ചെയ്താണ് നമ്മൾ ഈ വോളിൽ ചെയ്തിരിക്കുന്നത്. ഇത് അക്രിലിക് പെയിൻറ്റിലാണ് വരച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സീലിങ്ങിലും ഇതേപോലെയുള്ള ഒരു ഡിസൈനാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതുപോലെ ഇവിടുത്തെ ബാത്റൂമിൻ്റെ ഡോറിൽ വരെ നമ്മൾ ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ കളർ എന്ന് പറയുന്നത് വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്, ബ്രൈറ്റ്ഫുൾ കളറാണിത്. പിന്നെ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് ഒരു സ്ലൈഡിങ് സിസ്റ്റത്തിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു ഡ്രസ്സിങ് ടേബിൾ ചെയ്തിട്ടുണ്ട്. അതൊരു ഈ വാർഡ്രോബ് തന്നെ സ്ലൈഡിങ് ആണ്, നമുക്ക് നീക്കാൻ പറ്റും. പിന്നെ ഒരു ചെറിയ ഒരു ഡ്രസ്സിങ് ടേബിൾ ചെയ്തിട്ടുണ്ട്. അതൊരു ഡ്യുവൽ പർപ്പസ് ആണ്, വേണമെങ്കിൽ അതൊരു സ്റ്റഡി ടേബിളായിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ കാണുന്നത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നതും ഏറ്റവും വണ്ടർഫുൾ ഫീച്ചർ എന്ന് പറയുന്നതും ഇവിടുത്തെ സീലിംഗ് തന്നെയാണ്. നമുക്ക് നോക്കിയാൽ കാണാം 3 ഹേർട്ട് കൂടി ചേർന്നിരിക്കുന്ന ഒരു വണ്ടർഫുൾ ഡിസൈനാണ് സോഡിയാക് ഡി ആർട്ട് ഈ റൂമിന് വേണ്ടി സജസ്റ്റ് ചെയ്തതും വണ്ടർഫുൾ ആയിട്ട് സെറ്റ് ചെയ്തതും. പൂജ മാഡമാണ് ഇങ്ങനെ ഒരു ആശയം എന്നോട് പറഞ്ഞത്. അപ്പം ഒരു ഹേർട്ടിൻ്റെ ഒരു ഡിസൈൻ വേണമെന്ന് എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ ചെയ്തപ്പോൾ ഇത് ഞാൻ വെറുതെ അങ്ങ് ചെയ്യാതെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഐഡിയാസിലാണ് ഇത് ചെയ്തേക്കുന്നത്. കാരണം ഇത് 3 ഹേർട്ടാണ്. പിന്നെ മനുഷ്യർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്ന സ്നേഹബന്ധമാണല്ലോ. ഹേർട്ടെന്ന് പറഞ്ഞ സ്നേഹത്തിൻ്റെ ഒരു സിമ്പലാണല്ലോ. കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വാല്യൂ എന്ന് പറയുന്നത് പ്രണയവും ഇഷ്ടവും സ്നേഹവുമാണല്ലോ. അപ്പോൾ അത് തുടങ്ങേണ്ടത് നമ്മൾ എവിടുന്നാണ്? നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പം അതുകൊണ്ടാണ് ആയിരിക്കും ഒരു പക്ഷേ ഹേർട്ട് വേണമെന്ന് ഇവിടുത്തെ മാഡം പറഞ്ഞത്. അത് ഞാൻ എൻ്റേതായ രീതിയിൽ ഡിസൈൻ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ലൈറ്റ് പിങ്ക് കളറാണ്. ലൈറ്റ് പിങ്ക് കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വോളിലായാലും. പിന്നെ അതേപോലെ തന്നെ വൈറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. വാർഡ്രോബ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റും പിങ്കും ആണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡ്രസ്സിങ് ടേബിൾ ആയാലും പിന്നെ അതിനും ഇതുപോലെ നമ്മൾ ഒരു സ്ലൈഡിങ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം സ്ഥലം സേവ് ചെയ്യാനായിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, അതായത് സോഡിയാക് ഡി ആർട്ട് ആണ് ഈ വീടിൻ്റെ മൊത്തം കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ഇൻറ്റീരിയേഴ്സും ഇത്രയും വണ്ടർഫുള്ളായിട്ട് നല്ല ഫിനിഷിങ്ങോടെ ചെയ്തത്. അപ്പം അവരുടെ ഒരു സർവീസ് എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? വീട് എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് 100% സാറ്റിസ്ഫാക്ഷൻ ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. സോഡിയാക്കിലൂടെ എനിക്കത് നേടിയെടുക്കാൻ സാധിച്ചു. നിങ്ങൾക്കും ഇതുപോലെ ഒരു വീട് നിങ്ങളുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്തത് സോഡിയാക്കിനെ ആയിരിക്കും. വളരെ എഫിഷ്യൻ്റായിട്ടൊരു ടീമാണ് സോഡിയാക് ആർട്സ്. ഈ വീടിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സോഡിയാക് ഡി ആർട്ട് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനീനെ പറ്റിയിട്ടും ഇത്രയും ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട്.